Hello friends, എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് ഇൻ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സെഷനായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബാഷ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഒരു ഷെൽ സ്ക്രിപ്റ്റിംഗ് എങ്ങനെ നടത്താം എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്തിക്കൽ ഹാക്കിംഗ് ഇൻ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സെഷൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോസാണ്. ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടി എന്ന് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ എന്താണ് ബാഷ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെല്ലാണ്. ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ലൈൻ ഇൻ്റർപ്രറ്ററിനെയാണ് നമ്മൾ നമ്മുടെ ബാഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഷ് എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഒരു ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി സ്ക്രിപ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷെല്ലാണ് ബാഷ് എന്ന് പറയുന്നത്. ഇനി ബാഷ് മാത്രമല്ല, നമ്മൾ ആദ്യമേ യൂസ് ചെയ്തിരുന്ന ZSH, TSCH അങ്ങനെ ഒരുപാട് ഷെല്ലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ബാഷിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ബാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ എഗെയിൻ ഷെൽ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം PWD എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യുക. PWD എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ, നമ്മൾ ഏത് വർക്കിംഗ് ഡയറക്ടറിയിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് PWD കൊടുത്തത്. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ആ ഹോമിൻ്റെ സിമ്പിൾ അവിടെ കാണിച്ചേക്കുന്നത് കാണുമ്പോഴും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് PWD കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ദെൻ LS കൊടുത്തു. LS എന്ന് പറയുമ്പോൾ അറിയാലോ, ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LS എന്ന് പറയുന്നൊരു കമാൻഡ് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ മൈക്രോ എന്ന് പറയുന്നൊരു കമാൻഡ് കൊടുക്കുകയാണ്. മൈക്രോ എന്തിനാണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് മൈക്രോ, നാനോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫയൽസിനെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫയലിനെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ യൂസ് ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നാനോ യൂസ് ചെയ്തിട്ടോ നമുക്ക് ആ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നോട്ട് പാഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മുടെ മൈക്രോയും നാനോയും ഒക്കെ. അപ്പോൾ നമുക്ക് ഒരു ഷെല്ല് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൈത്തൺ ഫയൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് മൈക്രോയും നാനോയും ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കോമൺലി. അപ്പോൾ ഞാനിവിടെ മൈക്രോ കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്താണോ ഫയലിൻ്റെ നെയിം വേണ്ടത് ആ ഒരു നെയിം അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലോറിഫൈ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. explorify.sh കൊടുക്കാം, കാരണം നമ്മളിപ്പോൾ ഷെല്ലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാഷിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് explorify.sh എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കമാൻഡ് കൊടുക്കാം. അപ്പോൾ explorify.sh എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഫയലിനകത്തേക്ക് നമ്മൾ ഡേറ്റ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു, അതായത് ജസ്റ്റ് ഞാനിപ്പോൾ explorify അല്ലെന്നുണ്ടെങ്കിൽ explorify.sh എന്ന് ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ഇതിൽ കൊടുക്കുന്നത് അത്രയും കാര്യങ്ങൾ റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പ്രോഗ്രാം പോലെ റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മൈക്രോയ്ക്കകത്ത് കയറിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ജസ്റ്റ് ആദ്യത്തെ വീഡിയോ മുതൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാനും സാധിക്കും. നമ്മളിപ്പോൾ ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് വഴിയായിരിക്കും നമ്മൾ ടൂൾ ക്രിയേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യാറ്. അപ്പോൾ ഞാൻ നമ്മുടെ മൈക്രോ കൊടുത്ത് ആ ഒരു ഫയലിനെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം കൊടുക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോയാണ്. എക്കോ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് തിരിച്ച് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്കോ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നമുക്ക് ഹലോ എന്ന് പറയുന്ന ആ ഒരു വിഷ് നമുക്ക് തിരിച്ച് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് എക്കോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഇതേപോലെ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് കൊടുക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പാണ്. സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചടപട ഈ കമാൻഡുകളെല്ലാം റൺ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ നമുക്ക് അതിനിടയ്ക്കൊരു ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 1-2 സെക്കൻഡ് അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. സ്ലീപ്പ് കഴിഞ്ഞിട്ട് എത്ര സെക്കൻഡാണോ വേണ്ടത് ആ ഒരു ടൈം അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടൈമിലേക്ക് നമ്മുടെ പ്രോസസ്സിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. ഓക്കെ, അടുത്ത ഞാൻ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ എന്ത് കൊടുക്കാം, ഇപ്പോൾ എന്തെങ്കിലും ഒരു കമാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കൊടുക്കുന്നത് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് അതേപോലെ ആ ഡബിൾ കോട്ട്സിനകത്ത് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് അതേപോലെ സ്ക്രീനിലേക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കാം. പക്ഷേ ആ നീല കളറിൽ കാണിച്ചേക്കുന്നതെല്ലാം അതേപോലെ തന്നെ കൊടുക്കുക. ഈ ഓർഡറിൽ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ ചെയ്യാം.
അടുത്തത് നമ്മൾ എക്കോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലീപ്പ് കൊടുക്കുകയാണ് വീണ്ടും. അതായത് ആ ഒരു കമാൻഡ് കൂടെ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചതിന് ശേഷം വീണ്ടും ഒരു ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലീപ്പ് കൊടുത്തു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എക്കോ LS എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് അവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ LS കൊടുത്തിരിക്കുന്നത് ബ്രാക്കറ്റിനകത്താണ്, അതായത് കോഡ്സിനകത്താണ്. അപ്പോൾ നമ്മൾ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു കമാൻഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിക്കത്തേ ഉള്ളൂ, പ്രിൻറ്റ് ചെയ്ത് കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എക്കോ LS എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. LS കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവിടെ ഒരു ഡിലേ കൊടുക്കുകയാണ്. അപ്പോൾ LS എന്ന് നമുക്ക് അവിടെ എഴുതി കാണിക്കുകയും ചെയ്യും. LS കൊടുത്തതിന് ശേഷം വീണ്ടും അതിനകത്ത് എന്തൊക്കെ ഫയൽസാണ് അടങ്ങിയിട്ടുള്ളത്, അതായത് ആ ഒരു കമാൻഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ LS എന്നുള്ളത് കമാൻഡായിട്ടും കൊടുത്തു. മറ്റേത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് കറക്റ്റ് കമാൻഡായിട്ടും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ LS അവിടെ റൺ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഫയൽസാണുള്ളത് നമുക്കവിടെ കറക്റ്റായിട്ട് റൺ ചെയ്ത് കാണിക്കും. അടുത്തത് നമുക്കൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ touch_explorify.c എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് വീണ്ടും ഒരു എക്കോ കൊടുക്കുകയാണ്, അതായത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ അതിനകത്ത് ന്യൂ ഫയൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കമാൻഡ് അവിടെ കൊടുത്തു. കമാൻഡ് അല്ല, ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോറിഫൈ എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതിന് താഴെ ന്യൂ ഫയൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഒരു സ്ലീപ്പ് കൊടുക്കുകയാണ്. സ്ലീപ്പ് 2 സെക്കൻഡിലേക്ക് വീണ്ടും അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇത്രയും കാണിച്ചതിന് ശേഷം നമുക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ക്ലിയർ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാനവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ കൊടുത്തു. ക്ലിയർ കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു സ്ലീപ്പ് ടൈമർ കൂടെ സെറ്റ് ചെയ്തു. അതായത് നമ്മുടെ മെയിൻ സ്ക്രീനിലേക്ക് വന്നിട്ട്, അതായത് സ്ക്രീൻ മൊത്തത്തിൽ ക്ലിയർ ആയതിനു ശേഷം വീണ്ടും ഒരു 3 സെക്കൻഡ് ചെറിയൊരു ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ക്ലിയർ കഴിഞ്ഞ ഉടനെ അടുത്ത സ്റ്റെപ്പ് പെട്ടെന്ന് വരും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ടാണ് ഇതിനിടയ്ക്കെല്ലാം സ്ലീപ്പ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്ലീപ്പ് കൊടുക്കാതെയും ചെയ്യാം. ഓക്കെ, സ്ലീപ്പ് കൊടുത്തില്ല എന്ന് വെച്ച് ഒരിക്കലും ഒരു തെറ്റ് വരത്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു സ്ലീപ്പ് കൊടുത്തു. സ്ലീപ്പ് കൊടുത്തതിന് ശേഷം ഞാനത് എക്കോ കൊടുത്തിട്ട് ഞാൻ എന്ത് പറയുന്നു, ഞാനിപ്പോൾ ജസ്റ്റ് എക്സ്പ്ലോർ ദ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈൻ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാഗ് ലൈൻ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാനിപ്പോൾ അവിടെ ആ ഒരു ക്ലിയർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതേപോലെ ഇവിടെ എക്കോ കൊടുത്ത് എനിക്ക് വേണ്ട ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനവിടെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാൻ ഒരു സ്ലീപ്പ് ടൈമർ കൊടുക്കുന്നു. ടൈം കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്, അടുത്ത ഒരു കമാൻഡ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണ്. അല്ലേ, വെയിറ്റ് ചെയ്യും. നമുക്ക് അവിടെ ജസ്റ്റ് നമുക്ക് SL കൊടുക്കാം. SL എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ട്രെയിൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് അതിനകത്ത് ഈ ഒരു പാക്കേജിനകത്ത് റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതായത് നമുക്ക് ഏതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് പാക്കേജസും റൺ ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനവിടെ SL കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എക്സ്പ്ലോർ ദ ഇമ്പോസിബിൾ എന്ന് എഴുതി കാണിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ട്രെയിൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രെയിൻ പോയതിന് ശേഷം നമുക്ക് ആ സ്ക്രീൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. ദെൻ വീണ്ടും എക്കോ കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, നൗ ഇപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. നൗ ലെറ്റ്സ് റിമൂവ് ദ ഫയൽ എന്ന് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ കണ്ട ആ ഒരു ഫയൽ ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത explorify.c എന്ന് പറയുന്ന ഒരു കമാൻഡ് ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു കമാൻഡ് റൺ ചെയ്തതിന് ശേഷവും ചെറിയൊരു ഡിലേ കൊടുക്കുന്നു. ഡിലേ കൊടുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കമാൻഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ, നിങ്ങൾക്ക് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണ്, കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rm എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് LS കൊടുത്തു. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ഫയൽ അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് LS കൊടുത്തത്. വീണ്ടും ഒരു സ്ലീപ്പ് ടൈമർ കൊടുക്കുന്നു. സ്ലീപ്പ് ടൈമർ കൊടുത്തതിന് ശേഷം ഞാൻ ഇനി അത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. റിമൂവിന് വേണ്ടിയിട്ട് rm-rf കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഓക്കെ, അപ്പം rm സ്പേസ് നമ്മുടെ ഫയലിൻ്റെ നെയിം എന്താണ്, explorify.c. അപ്പോൾ explorify.c കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇനി അത് അവിടെ നിന്ന് റിമൂവ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എന്ത് കൊടുക്കുകയാണ്, എക്കോ കൊടുക്കുന്നു. വീണ്ടും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ലെറ്റ്സ് ചെക്ക് എഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും LS കൊടുക്കാൻ പോവുകയാണ്. LS അവിടെ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം LS എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളവിടെ കൊടുക്കുക. കൊടുത്തു കഴിയുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ ഒരു ഫയൽ റിമൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും എറർ പറ്റിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മുടെ ടൂളിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ജെന്യൂനായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്
നമുക്കൊരു ഫോർ ലൂപ്പ് കൂടെ കൊടുക്കാം. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു നമ്പർ, അതായത് 1 to 100 വരെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു നമ്പർ വിളിച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു നമ്പറിനെ എത്ര വട്ടം പ്രിൻറ്റ് ചെയ്യണം നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എത്ര തവണ വർക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ ലൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ലൂപ്പുകളെല്ലാം യൂസ് ചെയ്യുന്നത്. ഒരുപാട് ലൂപ്പുകളുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ്. അപ്പോൾ അതിനകത്ത് ഫോർ ഐ ഇൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനവിടെ കൊടുക്കുകയാണ്. അതായത് ആ 4 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ആ ഒരു വേരിയബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ ഐ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ ഐ വിളിക്കുന്നോ ആ ഐ വിളിക്കുന്നതെല്ലാം ആ 1 to 100 എന്ന് പറയുന്ന ഒരു പീരിയഡിലേക്ക് പോകും. അതായത് ഞാനിപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ താഴെ വന്നിട്ട് എക്കോ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐ 1 2 3 4 5 6 അങ്ങനെ 100 വരെ പ്രിൻ്റ് ആവും. ഓക്കെ, അതൊക്കെ ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിംഗ് ബേസിക്സ് ആണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫോർ ഐ സ്പേസ് ഇൻ ഏതാണ് ആ ഒരു ടൈം പീരീഡ് 1 to 100 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു കമാൻഡാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ ഒരു എക്കോ കൊടുക്കുകയാണ്. എക്കോ എന്ത് ചെയ്യാണ്, ലോഡിങ്. നമുക്കിപ്പോൾ ഈ ഒരു സ്ക്രീൻ അവിടെ റൺ ചെയ്യുന്നതായിട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത ഫയൽ ജസ്റ്റ് ഒന്ന് ഓതൻറ്റിക്കേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എന്ത് കൊടുക്കുന്നു, എക്കോ ലോഡിങ്, ദെൻ ആ ഡോളർ സിമ്പിൾ ഐ കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഐ അവിടെ ഇൻട്രൊഡ്യൂസ് ആയി വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഐയുടെ വാല്യൂ അവിടെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഡോളർ കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ കമ്പൈലറിന് അറിയാൻ പറ്റത്തുള്ളൂ ആ മോളിൽ കൊടുത്തേക്കുന്ന ഐ ആണ് നമ്മളവിടെ വിളിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ ഡോളർ ഐ കൊടുക്കുക. വീണ്ടും ഒരു സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യുക. എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് 10 ആക്കി കൊടുത്തു. അല്ലെന്നുണ്ടെങ്കിൽ 100 വരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും വീഡിയോയുടെ ലെങ്ത് അത്രയും കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. ദെൻ ഇത്രയും കമാൻഡ് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഡൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കമാൻഡ് കൂടി കൊടുത്തു. അതായത് നമ്മുടെ ഫോർ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഡൺ. അതായത് ഈ 1 to 10 വരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് ഓവർ ആവാൻ വേണ്ടിയിട്ടാണ് ഡൺ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എക്കോ അവിടെ എന്ത് ചെയ്യാം, നമുക്കവിടെ ഒരു ടൂൾ ക്രിയേഷൻ അല്ലെങ്കിൽ ടൂൾ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, നമുക്കവിടെ ടൂൾ ക്രിയേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ജസ്റ്റ് അതുകൂടെ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളിൽ ക്ലിക്ക് ചെയ്ത് എസ് ക്ലിക്ക് ചെയ്യുക. ശേഷം കൺട്രോളിൽ ക്ലിക്ക് ചെയ്ത് എസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക. കൺട്രോളിൽ ക്ലിക്ക് ചെയ്ത് എസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കൺട്രോളിൽ ക്ലിക്ക് ചെയ്ത് ക്യൂ ക്ലിക്ക് ചെയ്യാവൂ. അല്ല എന്നുണ്ടെങ്കിൽ സേവ് ആവത്തില്ല. ഓക്കെ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ബാഷ് എന്ന് പറയുന്ന നമ്മുടെ ഷെല്ല് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ബാഷ് explorify.sh അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ബാഷ് explorify.sh എന്ന് പറയുന്ന ഒരു കമാൻഡ് റൺ ചെയ്യുകയാണ്. റൺ ചെയ്ത സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഫയൽ അവിടെ റൺ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹലോ ബോയ്സ്, ദിസ് ഈസ് എ ട്യൂട്ടോറിയൽ ഫോർ ക്രിയേറ്റിംഗ് എ കസ്റ്റമൈസ്ഡ് ടൂൾ. അത് ലോഡാവുന്നുണ്ട്. ഓക്കെ, നമുക്കവിടെ ഫയൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. ലോഡിങ് സ്ക്രീനെല്ലാം ലോഡാവുകയാണ്. ഞാനിപ്പോൾ അവിടെ 100 ആണ് കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നതിനെ അത് 100 ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് ടൂൾ ക്രിയേഷൻ സക്സസ്ഫുൾ നമ്മൾ കൊടുത്ത കമാൻഡ് അതേപോലെ കാണിക്കുന്നു. എക്സ്പ്ലോർ ദ ഇമ്പോസിബിൾ ഞാൻ അവിടെ കൊടുത്ത ടാഗ് ലൈൻ, എന്നിട്ട് നമ്മൾ SL കൊടുത്തതുകൊണ്ട് തന്നെ സ്ക്രീനകത്ത് ആ ഒരു ട്രെയിൻ പോകുന്നതും കാണിക്കുന്നുണ്ട്. ദെൻ ബാക്ക് ടു ദ സ്ക്രീൻ നമ്മളിവിടെ ക്ലിയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നൗ ലെറ്റ്സ് റിമൂവ് ദ ഫയൽ. നമ്മൾ ആ ഫയലിനെ റിമൂവ് ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ explorify.sh എന്ന് പറഞ്ഞ ഫയൽ കാണാൻ പറ്റും. ഞാൻ അതിന് വീണ്ടും ആ ഒരു റിമൂവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമുള്ളതാണ് ആ LSന് ശേഷം പ്രിൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ജസ്റ്റ് നമുക്ക് നമ്മുടെ ബാഷ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഷെൽ സ്ക്രിപ്റ്റിംഗ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ഒരുപാട് ടൂൾസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് അതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ഹയർ ലെവൽ ടൂൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം. പൈത്തൺ വെച്ചിട്ടും അതേപോലെ പല ലാംഗ്വേജസ് വെച്ചിട്ടും നമുക്ക് ടൂൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് ഓരോ ദിവസത്തെ വീഡിയോസിനകത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ്. ബൈ ബൈ.